തെരുവ് നായ്ക്കളെ കൊണ്ട് പൊറുതിമുട്ടിയ കേരളം നമ്മുടെ രാജ്യം. അതിനെതിരെ ശക്തമായി പ്രതികരിച്ച ഒരു സാമൂഹിക പ്രവർത്തകനാണ് ജോസ് കെ മാവേലി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സ്തുത്യർഹമാണ്, ഏറെ പ്രശംസനീയമാണ്. ഇങ്ങനെ സെക്രട്ടേറിയറ്റിലും എല്ലായിടത്തും തെരുവ് നായ് ശല്യം കൊണ്ട് അതുണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ചൊക്കെ ഒരുപാട് അവബോധം സൃഷ്ടിച്ചൊരു വ്യക്തി കൂടിയാണ് ജോസ് കെ മാവേലിയും അദ്ദേഹം നയിക്കുന്ന ആ ഒരു സംഘടനയും പ്രവർത്തനങ്ങളും. പക്ഷേ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായി ഒരു പറ്റം നായ് സ്നേഹികൾ, പട്ടിസ്നേഹികൾ വളരെ മോശമായി പ്രതികരിക്കുകയുണ്ടായി, പ്രതിഷേധിക്കുകയുണ്ടായി. കുഞ്ഞുമക്കളെ അടക്കം, വയോജനങ്ങളെ, വൃദ്ധമാതാപിതാക്കളെ അടക്കം കടിച്ചു കീറിയ പട്ടികളെ ഇവർ കാണാതെ പോയത് വാസ്തവത്തിൽ അന്യായമാണ്, നെറികേടാണ്. അവർ ഈ പറയുന്ന പട്ടിസ്നേഹികളുടെ ആ ഒരു പ്രതിഷേധം നമുക്കൊന്ന് ശ്രദ്ധിച്ചിട്ട് മറ്റു വിശകലനങ്ങളിലേക്ക് കടക്കാം. മൃഗസ്നേഹികളുടെ പട്ടാളം, മൃഗസ്നേഹികളുടെ പട്ടാളം, തെരുവില്ലലയും നായ്ക്കൾക്കായി, തെരുവില്ലലയും നായ്ക്കൾക്കായി, ഇനിയും നായ്ക്കളെ തൊട്ട് കളിച്ച ഭരണകൂടത്തിൻ്റെ അനാസ്ഥയും ഒപ്പം അലക്ഷ്യമായി തെരുവ് പട്ടികളിലെ ഇങ്ങനെ അവരെ സംരക്ഷിക്കുക, അതായത് വഴിയിൽ ഭക്ഷണം എറിഞ്ഞു കൊടുക്കുക, ഉച്ഛിഷ്ടം ഈ വേസ്റ്റ് എടുത്തെറിഞ്ഞ് അവരെ ഇങ്ങനെ വളരാൻ അനുവദിച്ച നായസ്നേഹികൾക്ക് അല്പമെങ്കിലും മനുഷ്യത്വം വേണ്ടിയിരിക്കുന്നു. അവരും നായ്ക്കളോട് സ്നേഹം നല്ലതാണ്, പക്ഷേ ഇവിടെ പരാജയപ്പെട്ടു പോകുന്നൊരു സംവിധാനം, നമ്മുടെ ഭരണ സംവിധാനത്തിൽ ചില പോരായ്മകളുണ്ട് എന്ന് എടുത്തു പറയുന്നു. സുപ്രീം കോടതി പോലും അവസാനം തെരുവ് നായ്ക്കൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും നിയമം കൊണ്ടുവരികയും ഒക്കെ ചെയ്തിരിക്കുന്നു. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, നായസ്നേഹികൾ അത്രയ്ക്ക് അങ്ങോട്ട് സ്നേഹമാണെങ്കിൽ ഈ പട്ടികളെയൊക്കെ അവരവരുടെ വീടുകളിൽ അഫോർഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അവർക്ക് അത്രമാത്രം സ്നേഹമാണെങ്കിൽ ഒരുമിച്ച് അവർ കൂട്ടായി ഒരു ശ്രമം നടത്തി കുറച്ച് സ്ഥലം വാങ്ങി ഈ നായകളെയൊക്കെ അവിടെ പോറ്റി വളർത്താമല്ലോ. എന്തിനേറെ പറയണം, ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു അച്ഛനെ, ഒരു പിതാവിനെ മകൾക്ക് വേണ്ടി സാധനം വാങ്ങാൻ കടയിൽ പോയ സമയത്ത് ഓടിച്ച് കടിച്ച് ചുണ്ടും കൺപോളയൊക്കെ വലിച്ചു കീറിയത് നമ്മൾ ഇന്നലെ അടുത്ത് വാർത്ത കണ്ടതേ ഉള്ളൂ. അപ്പോൾ ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം വേണം. സ്നേഹം നല്ലതാണ്, ഇപ്പം മറ്റ് സഹജീവികളുള്ള സ്നേഹം നല്ലതാണ്, പക്ഷേ പേ പിടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? പട്ടിക്കായാലും മനുഷ്യനായാലും പേ പിടിച്ചാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് പ്രതിഷേധിക്കുമ്പോൾ സാമാന്യ ബുദ്ധിയോടുകൂടി പ്രതികരിക്കാൻ ശ്രമിക്കണം എന്ന് വിനയമായി അഭ്യർത്ഥിക്കുന്നു. മനുഷ്യജീവൻ വിലപ്പെട്ടതാണ്. വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടേണ്ടതുണ്ട്. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.